Hi Masterminds, a hearty welcome to another brand new episode. Today we are going to deal with something different in the sense, we just want to get command over this language. But how do we get the command and how do we exert our command using English language? We know the expressions which give us the power to command language is something, some expressions like should, must and have to. നിങ്ങളും കേട്ട് പരിചയമുണ്ടാവും മസ്റ്റ്, യു ഷുഡ് എന്നൊക്കെ പറയുമ്പോഴാണ് നമുക്ക് ഭാഷാ പ്രയോഗത്തിൽ ഒരല്പം കമാൻഡിങ് ഫോഴ്സ് നമ്മൾ എക്സേർട്ട് ചെയ്യുന്നത്, പ്രയോഗിക്കുന്നത്. യു ആർ റൈറ്റ്. ആ ഷുഡും മസ്റ്റും ഹാവിറ്റും എന്ന് പറയുന്ന ഈ ത്രിമൂർത്തികളെ വരുതിയിലാക്കുന്ന ഒരാൾക്ക് മാത്രമാണ് വാസ്തവത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു കമാൻഡിങ് പവർ എക്സേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. So today, it's, a little bit off the track which we have been following of late. We just want to give you some interesting information as to how we can use this kind of expressions like should, must and have to. ഈ മൂവർ സംഘത്തെ, or rather we can say the trimurtis of the commanding force. ഈ ത്രിമൂർത്തികൾ നമ്മളങ്ങ് ചെറുതായിട്ടൊന്നും മനസ്സിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ചില ആളുകൾക്കെങ്കിലും അറിയാതിരിക്കുന്ന മൂടിക്കിടക്കുന്ന ചില ഭാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നോർമലി ഷുഡ്, മസ്റ്റ്, ഹാവ് ടു എന്ന ഈ മൂന്ന് മോഡൽസിനെ, ഈ മൂന്ന് പ്രയോഗങ്ങളെ ഒരുപോലെ നിർബന്ധം, അത്യാവശ്യം കാണിക്കാൻ വേണ്ടി നമ്മൾ പ്രയോഗിക്കുന്നുണ്ട്. ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറയാം. സി, ടുമോറോ ഈസ് മൈ ബർത്ത്ഡേ and I've got 3 friends, very close friends, and I want to invite all of these 3 friends. So when I see my first friend, I invite him like this. See my dear friend, tomorrow is my birthday, so you should come to the party, alright? He agrees. ആൾ സമ്മതിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്തത് ഷുഡ് വെച്ചിട്ടാണ്, യു ഷുഡ് കം എന്ന് പറഞ്ഞത്. And he accepts it. And when I meet the second guy at a different point, at a different place, I invite him in a different way. Hello my dear friend, tomorrow is my birthday and I am throwing a big birthday party, so you must come, alright? He also agrees. Yeah, damn it man. And when I meet the third one, I invite him in an entirely different way, using have to. ഒന്നാമത്തെ ആളെ ഞാൻ എങ്ങനെ ഇൻവൈറ്റ് ചെയ്തത്? യു ഷുഡ് കം. രണ്ടാമത്തെ ആളെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത് എങ്ങനെയാണ്? യു മസ്റ്റ് കം എന്ന് പറഞ്ഞു. അവനും ഇവരൊക്കെ അക്സെപ്റ്റ് ചെയ്തു. മൂന്നാമത്തെ ആളെ കാണുമ്പോൾ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് ഹാവ് ടു വെച്ചിട്ടാണ്. സി, I met him and I invite him. Hello dear, tomorrow, as you know, is my birthday, so you have to come. No excuse. നീ വന്നേ പറ്റൂ, വരണം. ഒരു ഒഴിവുകഴിവും പറ്റില്ല. You have to come at any cost. എന്ത് സംഭവിച്ചാലും വേണ്ടില്ല. So he also readily agrees and accepts my invitation. So you see what happened here. I have 3 friends and I invited all these 3 friends using 3 different structures, right? 3 സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ 3 പേരെയും ഇൻവൈറ്റ് ചെയ്തത്. And all of those 3 people readily agreed and accepted my invitations then and there. അവിടെ വെച്ച് തന്നെ അവരത് അക്സെപ്റ്റ് ചെയ്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഫാക്റ്റ് ആണുള്ളത്. ദാറ്റ് മീൻസ് നമുക്ക് നിർബന്ധം, അതോറിറ്റി, ആധികാരികത കാണിക്കാൻ വേണ്ടിയിട്ട് ഷുഡ്, മസ്റ്റ്, ഹാവ് ടു ഇത് 3ഉം നമുക്ക് ഒരുപോലെ പ്രയോഗിക്കാം. മോർ ഓർ ലെസ് സെയിം ഇഫക്റ്റ് ആണ്. 3നും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് സെയിം റിസൾട്ട് ആണെന്ന് നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. കറക്റ്റ് അല്ലേ? സിമ്പിൾ ആണ്. ഇത് 3ഉം അതുപോലെ ഭംഗിയായിട്ട് നമ്മുടെ റിയൽ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ റിയൽ പോയിന്റ് ഇതൊന്നുമല്ല. നമുക്കറിയാം, ആസ് ഐ ഹാവ് ടോൾഡ് യു ഇൻ ദ റീസെന്റ് പാസ്റ്റ്, ഇൻ ദ റീസെന്റ് എപ്പിസോഡ്സ്, മൈ എക്സ്ക്ലൂസീവ് ഏരിയ ഓഫ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈസ് ടു give people like you the power to speak English using the single line formula called spell of David Chris. Spell formula എന്ന് പറയുന്ന 5 മാജിക് വാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് ഭാഷയെ കീഴടക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിസ്റ്റം. ദാറ്റ്സ് ഫസ്റ്റ് ടൈം ഇൻ ദ വേൾഡ്. വർഷങ്ങളോളമായിട്ട് ഞാൻ ഈ പ്രോഗ്രാമിലൂടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം, ഞാനിത് പുതിയതായിട്ട് കൊണ്ടുവന്നത് തന്നെയാണെന്ന് പറയാം. കാരണം ഞാനിത് ഒരു സ്ഥലത്തും കണ്ടിട്ടില്ല. ഞാൻ ഒന്നിനെയും ഫോളോ ചെയ്തിട്ടുള്ള ഈ സിസ്റ്റം എത്തിയത്. ചിതറിക്കിടന്നിരുന്ന ആ ഒരു കോൺസെപ്റ്റിനെ ഞാൻ ക്രോഡീകരിച്ചു, ഇത്തരം ഒരു മെത്തേഡിലാക്കി വെച്ചു. അതുകൊണ്ടാണ് ഈ ഫോർമുലയുടെ ഒരു സ്പെഷ്യാലിറ്റി എനിക്ക് അവകാശപ്പെടാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, സോ ഈ ഫോർമുല പ്രകാരം you get the completion of language. ഭാഷയുടെ ആ പരിപൂർണത നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ you have to follow, you must follow, you should follow English language through the spell formula എന്ന് ഞാൻ പറയുന്നു. കാരണം എന്ത്?
നമ്മൾ പറഞ്ഞ പോലെ ഇത് മൂന്നിന്റെയും ഈ ഷുഡ് മസ്റ്റ് ഹാവിന്റെയും മൂന്ന് ട്രാക്കിലൂടെയും നമ്മൾ ഒരുപോലെ പറയാൻ പോവുകയാണ്. എന്ത്? ഈ ബി ഡു ഹാവ് ആശയങ്ങൾ. അപ്പൊ ഈ മൂന്ന് ആശയങ്ങളിലൂടെയും നമ്മൾ ഷുഡും മസ്റ്റും ഹാവിറ്റും പറയുമ്പോൾ അപ്പോൾ മാത്രമാണ് വാസ്തവത്തിൽ നമുക്ക് ഇംഗ്ലീഷ് ഭാഷയുടെ കംപ്ലീറ്റ് പിക്ചർ, കംപ്ലീറ്റ് ഘടനകൾ നമ്മുടെ കൈവശം കിട്ടുന്നുള്ളൂ. നോക്കാം. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നിങ്ങൾക്ക് ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾ യു ജസ്റ്റ് ഒബ്സർവ് ദ ടെക്സ്റ്റ് ഓൺ ദ സ്ക്രീൻ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുക, ആണ്. ചുരുക്കി പറഞ്ഞാൽ ആകുക, അവസ്ഥ കാണിക്കുന്നു. ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ, ചെയ്യുന്ന കാര്യം, ചെയ്യുക. ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം, ഉണ്ട് എന്നുള്ളത്. ഈ മൂന്ന് ആശയങ്ങളും നമ്മൾ ഷുഡ് മസ്റ്റ് ഹാവ് ടു എന്ന ഈ ഒരു ത്രിമൂർത്തി ട്രാക്കിലൂടെ അങ്ങ് കടത്തിവിടാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് മൂന്നിന്റെയും ആ കംപ്ലീഷൻ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഈ മൂന്ന് വാക്കുകളുടെയും അർത്ഥം ഒന്നറിയാം. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അത് നം എന്നാണ് അർത്ഥം. മലയാളത്തില് നം. എങ്കിൽ നമുക്ക് നോക്കാം, ബി ഡു ഹാവ് എന്ന ഈ മൂന്ന് ട്രാക്കിലൂടെ നമുക്ക് ഷുഡിനെ ഒന്ന് കടത്തിവിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഷുഡിന്റെ സകല ഭാവങ്ങളും കിട്ടും. കാരണം ഷുഡ് വെച്ച് നമുക്ക് പറയാനുള്ളത് ഈ ബി ഡു ഹാവ് ആശയങ്ങൾ മാത്രമാണ്. എന്ത് സംഗതി കിട്ടിക്കഴിഞ്ഞാലും യു ക്യാൻ ഓൺലി എക്സ്പ്രസ് ദം ത്രൂ ദിസ് ബി ഡു ഹാവ് കോൺസെപ്റ്റ്സ്. ഈ കോൺസെപ്റ്റിലൂടെ മാത്രമേ നിങ്ങൾക്ക് സംസാരിക്കാൻ എഴുതാനും സാധിക്കൂ. ഇതിനപ്പുറം ഒന്നും തന്നെ ഇംഗ്ലീഷിലുമില്ല, മറ്റൊരു ഭാഷയിലുമില്ല. ഓക്കെ, അപ്പോ ഷുഡിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു? നം. അതൊന്ന് സൂത്രാണ് എന്ന് ഓർമ്മിക്കുക. എങ്കിൽ ബി ഡു ഹാവിന്റെ അർത്ഥങ്ങൾ നമ്മൾ ഒരല്പം മുമ്പ് പറഞ്ഞു. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകുക, ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നം. അപ്പോൾ എന്തായി? ആകുക പ്ലസ് നം, ആകണം. ചെയ്യുക പ്ലസ് നം, ചെയ്യണം. ഉണ്ട് പ്ലസ് നം, ഉണ്ടാകണം. അല്ല, ഉണ്ടണം എന്ന് പറയരുത്, നിങ്ങൾ അർത്ഥം പറയുമ്പോൾ ഒരു അല്പം ലോജിക്ക് ഉപയോഗിക്കണ്ടേ. അപ്പൊ ഉണ്ടാകണം. നോക്കൂ, ഷുഡ് ബി ആകണം, ഷുഡ് ഡു ചെയ്യണം, ഷുഡ് ഹാവ് ഉണ്ടാകണം, അല്ലെങ്കിൽ കഴിക്കണം. രണ്ടർത്ഥം ഉണ്ടല്ലോ ഹാവിന്. ഇപ്പോൾ നോക്കൂ, ഈ ഷുഡ് നമുക്ക് ഈ തലത്തിലൂടെ മാത്രമേ പറയാൻ സാധിക്കൂ. യു ഷുഡ് ബി സിൻസിയർ, നിങ്ങൾ സിൻസിയർ ആകണം. യു ഷുഡ് വർക്ക് പ്രാങ്ക്ലി, നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യണം. യു ഷുഡ് ഹാവ് സിൻസിയർ ഫ്രണ്ട്സ്, നിനക്ക് നല്ല ആത്മാർത്ഥതയുള്ള ചില ഫ്രണ്ട്സ് ഉണ്ടാകണം. അല്ലെങ്കിൽ യു ഷുഡ് ഹാവ് മോർ വാട്ടർ ഓർ ഫൈബർ ഇൻ യുവർ ഫുഡ്, നിന്റെ ഫുഡിൽ കൂടുതൽ ഫൈബർ ഉണ്ടാകണം, അല്ലെങ്കിൽ നീ കൂടുതൽ ഫൈബറി ഫുഡ് കഴിക്കണം. ഇപ്പോൾ നോക്കൂ, ബി ഡു ഹാവ് എന്ന ഈ മൂന്ന് ട്രാക്കിലൂടെയും ഷുഡ് അങ്ങ് സിമ്പിൾ ആയിട്ട് അങ്ങ് കയറി ഇറങ്ങിപ്പോയി. ഈ ഷുഡിന്റെ അർത്ഥം എന്താണ്? നം. അത് ഇവരുടെ കൂടെ ചേർന്നപ്പോൾ ആകണം, ചെയ്യണം, ഉണ്ടാകണം, കഴിക്കണം എന്നായി മാറി. സിമ്പിൾ അല്ലേ? എങ്കിൽ ഇതേപോലെ നമുക്ക് മസ്റ്റിനെ പിടിച്ചു നോക്കാം. രണ്ടാമത്തെ ത്രിമൂർത്തികളിലെ രണ്ടാം ഭാവം, രണ്ടാമത്തെ മിടുകനെ നമ്മളുടെ കയ്യിൽ പിടിക്കുകയാണ്. കമാൺ, മസ്റ്റ് വന്നു. അപ്പൊ മസ്റ്റിന്റെ അർത്ഥം എന്താണ്? ഏ പറ്റൂ. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് രസം തോന്നാം, ചിരിക്കാനൊക്കെ തോന്നും. പക്ഷെ അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ മൂന്ന് ആശയങ്ങളുടെയും കംപ്ലീറ്റ് ഭാവങ്ങൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എളുപ്പം പിടികിട്ടും. ഈ നേരമ്പോക്കിന്റെ ഒരു ആസ്പെക്ട് മാറ്റി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ കംപ്ലീറ്റ് ഓർ കോംപ്രഹെൻസീവ് വ്യൂ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് ലാംഗ്വേജ് വെരി ഈസിലി. എങ്കിൽ ബിയുടെയും ഡൂവിന്റെയും ഹാവിന്റെയും അർത്ഥം നമുക്കറിയാം. ആകുക, ചെയ്യുക, ഉണ്ട് അവർ കഴിക്കുക. ഇനി ഏ പറ്റൂ എന്ന് മസ്റ്റ് ചേർക്കാൻ പോവാണ്. അപ്പൊ മസ്റ്റ് ബി, ആയേ പറ്റൂ. മസ്റ്റ് ഡു, ചെയ്തേ പറ്റൂ. മസ്റ്റ് ഹാവ്, ഉണ്ടായേ പറ്റൂ, കഴിച്ചേ പറ്റൂ. കിട്ടിയോ? സിമ്പിൾ അല്ലേ? ഷുഡ് ആയിരുന്നപ്പോൾ എന്തായിരുന്നു? നമ്മായിരുന്നു. ഷുഡ് ബി ആകണം, ഷുഡ് ഡു ചെയ്യണം, ഷുഡ് ഹാവ് ഉണ്ടാകണം. മസ്റ്റ് ബി ആയേ പറ്റൂ, മസ്റ്റ് ഡു ചെയ്തേ പറ്റൂ, മസ്റ്റ് ഹാവ് ഉണ്ടായേ പറ്റൂ. അപ്പൊ ഇതിൽ നമ്മൾ ഏതാണ്? ഷുഡ് മാറ്റി മസ്റ്റ് വെച്ചപ്പോൾ നം പോയി ഏ പറ്റൂ എന്നുള്ളൊരു വാക്ക് അവിടെ കയറി പറ്റി. ഇതാണ് അതിന്റെ കറക്റ്റ് മലയാളം. കൃത്യമല്ലേ? എങ്കിൽ ഇതേ എക്സാമ്പിൾ തന്നെ നമുക്ക് മസ്റ്റ് വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവർ സംഘത്തിന്റെ രണ്ടാമനും നമ്മുടെ വരുതിയിലായി. നോക്കൂ, മൈ ഡിയർ, യു മസ്റ്റ് ബി കോൺഫിഡന്റ്. നീ കോൺഫിഡന്റ് ആയേ പറ്റൂ. ഷുഡ് ബി ഏബിൾ എന്തായിരുന്നു? ആകണം എന്നായിരുന്നു കേട്ടോ. കറക്റ്റ് അല്ലേ? യു മസ്റ്റ് ബി കോൺഫിഡന്റ്. നീ കോൺഫിഡന്റ് ആയേ പറ്റൂ. ആൻഡ് യു മസ്റ്റ് വർക്ക് ഹാർഡ്. നീ നന്നായി വർക്ക് ചെയ്തേ പറ്റൂ. ആൻഡ് യു മസ്റ്റ് ഹാവ് എ ഗുഡ് ജോബ്. നിനക്കൊരു നല്ല ജോലി ഉണ്ടായേ പറ്റൂ. കേട്ടോ? കൃത്യമല്ലേ? എങ്കിൽ നമുക്ക് ഇപ്പൊ നിങ്ങൾക്കറിയാം ഇനി മൂന്നാം ഭാവം ഹാവ് ടു വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ എന്ന്. അർത്ഥം വീണ്ടും വേറൊരു ഡയമെൻഷനിലേക്ക് മാറിപ്പോകും. ഷുഡ് വെച്ചപ്പോൾ നം ആയിരുന്നു, മസ്റ്റ് വെച്ചപ്പോൾ ഏ പറ്റൂ എന്നായിരുന്നു. ഹാവ് ടു വെക്കുമ്പോൾ എന്തായി മാറും അതിന്റെ അർത്ഥം? ഏണ്ടതുണ്ട്. അതായത് ഇങ്ങനെ ആകേണ്ടതുണ്ട്, ചെയ്യേണ്ടതുണ്ട്,
ഉണ്ടാകേണ്ടതുണ്ട്, അതായത് ഏണ്ടതുണ്ട്. അപ്പോൾ ഷുഡിന്റെ അർത്ഥം എന്താണ്? നം. മസ്റ്റിന്റെ അർത്ഥം എന്താണ്? ഏ പറ്റൂ. ഹാവ് ടുവിന്റെ അർത്ഥം എന്തായി? ഏണ്ടതുണ്ട്. എങ്കിൽ നമുക്ക് ഈ ഏണ്ടതുണ്ട് എന്നുള്ള ഈ ഹാവ് ടു എന്ന മിടുക്കനെ, ആ മൂന്നാം ഭാവക്കാരനെ ബി ഡു ഹാവിന്റെ കൂടെ അങ്ങ് ജസ്റ്റ് ഒന്നാണ്ട് കയറ്റി വിട്ട് നോക്കാം, ഒന്ന് കൂടെ ചേർത്ത് നോക്കാം. ഫസ്റ്റ് ബി അല്ലേ? ഓക്കെ. ഹാവ് ടു ബി ആകേണ്ടതുണ്ട്, ഹാവ് ടു ഡു ചെയ്യേണ്ടതുണ്ട്, ഹാവ് ടു ഹാവ് ഉണ്ടാകേണ്ടതുണ്ട് ഓർ കഴിക്കേണ്ടതുണ്ട്. ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഒരു ഏണ്ടതുണ്ട് കയറിപ്പോയത് ശ്രദ്ധയിൽപ്പെട്ടോ? ഇത് തന്നെയാണ് ഹാവ് ടു എന്ന വിദ്വാന്റെ അർത്ഥം. അപ്പോൾ ഇത് മൂന്നും ഇനി നമുക്ക് ഇതുപോലെ പറയാം. ബി തന്നെ ഷുഡും മസ്റ്റും ഹാവ് ടു വെച്ച് നോക്കാം, മസ്റ്റ് വെച്ചിട്ടും അതുപോലെ നോക്കാം, ഹാവ് ടു വെച്ചിട്ടും നമുക്ക് ഇതുപോലെ നോക്കാം. എങ്കിൽ ഇതിന്റെ ആ സാമ്യങ്ങൾ എളുപ്പം മനസ്സിലാക്കാം. യു ഷുഡ് ബി, നീ ആകണം. യു മസ്റ്റ് ബി, നീ ആയേ പറ്റൂ. യു ഹാവ് ടു ബി, നീ ആകേണ്ടതുണ്ട്. ക്ലിയർ അല്ലേ? ബി ഐഡിയയില് ഈ ഷുഡും മസ്റ്റും ഹാവ് ടും കയറിയപ്പോൾ വന്ന അർത്ഥവ്യത്യാസം പിടിയിട്ടില്ലേ? ഇതേപോലെ തന്നെ നമുക്ക് ഇതിനെ മസ്റ്റിലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. യു മസ്റ്റ് ബി, നീ ആയേ പറ്റൂ. യു മസ്റ്റ് ഡു, നീ ചെയ്തേ പറ്റൂ. യു മസ്റ്റ് ഹാവ്, നിനക്കുണ്ടായേ പറ്റൂ, നീ കഴിച്ചേ പറ്റൂ. ക്ലിയർ അല്ലേ? എങ്കിൽ ഇത് ഇനി ഹാവ് ടു വെച്ച് നോക്കാം. യു ഹാവ് ടു ബി, നിങ്ങൾ ആകേണ്ടതുണ്ട്. യു ഹാവ് ടു ഡു, നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. യു ഹാവ് ടു ഹാവ്, നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്, നിങ്ങൾ കഴിക്കേണ്ടതുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമ്മൾ തുടക്കത്തിൽ എന്താ പറഞ്ഞേ? ഇത് മൂന്നും ഏകദേശം ഒരുപോലെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ദാറ്റ് മീൻസ് കമ്പൽഷൻ ഓർ നെസസിറ്റി ഓർ ആ തരത്തിലുള്ള ഒരു തരം ഫോഴ്സിങ് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഷുഡും മസ്റ്റും ഹാവ് ടും ഒരുപോലെ പ്രയോഗിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. എങ്കിലും ഇവ മൂന്നിനും തമ്മിൽ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ഒരു വ്യത്യാസമുണ്ട്. അത് ഞാനിപ്പോ പറയുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഇവരെ നമുക്ക് മൂന്നിനെയും മൂന്ന് തലത്തിൽ പ്രയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾക്കറിയാം അതെന്തിനാണ് ഇത്തരം സൂക്ഷ്മമായിട്ടുള്ള വ്യത്യാസങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് നമുക്കറിയാം. നമ്മളൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പണ്ട് കാലത്തെ ടേപ്പ് റെക്കോർഡറൊക്കെ നമുക്ക് അറിയാൻ പറ്റും മോണോ സിസ്റ്റമാണ്. ദാറ്റ് മീൻസ് ഒരൊറ്റ സ്പീക്കറിലൂടെ എല്ലാ ശബ്ദവും അതിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരും. നമ്മൾ ഷുഡും മസ്റ്റും ഹാവ് ടുനും ഒരേ അർത്ഥമാണെന്ന് പറയുന്നത് ഏതാണ്ട് ഇതേ തലത്തിലാണ്. അപ്പോൾ അതിന്റെ ഒരു ആസ്വാദനം ഒരല്പം കുറവാണ്. പക്ഷെ പിന്നീട് നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വന്നു. ദാറ്റ് മീൻസ് കുറച്ച് ശബ്ദങ്ങൾ ഇതിലൂടെയും മറ്റു ചില ശബ്ദങ്ങൾ ഇതിലൂടെയും. അപ്പൊ നമ്മുടെ ആസ്വാദനത്തിന്റെ ആ ഒരു രംഗം, ആ ഒരു തലം കുറച്ചുകൂടെ ഉയർന്നു. ഇപ്പോൾ നമുക്ക് 5+1 7+1 ഒക്കെ അങ്ങനെ വ്യത്യസ്തങ്ങളായി വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ജിൽ 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 എന്നുള്ള ശബ്ദം ഇവിടുന്ന്, ബാസിംഗ് ശബ്ദം അടിയുന്ന്, മറ്റു ശബ്ദം ഇവിടുന്ന്, ഇങ്ങനെ വന്നിട്ട് നമ്മൾ അതിന്റെ നടുവിലിരിക്കുമ്പോഴുള്ള ഒരു ആസ്വാദന തലം ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അത് പണ്ടത്തെ മോണോ സ്പീക്കറിന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നതല്ല. അത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഡയമെൻഷനിലേക്ക്, ഒരു തലത്തിലേക്ക് നമ്മുടെ ആസ്വാദനം ഉയർന്നു. എങ്ങനെ? വ്യത്യസ്തങ്ങളായി പോയപ്പോൾ. ഇതുപോലെ ഷുഡും മസ്റ്റും ഹാവ് ടുനും അല്പസ്വല്പം വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി ആ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളിലേക്ക് അവയെ ഉപയോഗിക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ആസ്വാദനം, നിങ്ങൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടുന്ന ആ ഒരു ആസ്വാദനം, ആ സുഖം ഈ പറഞ്ഞ പോലെ ഒരു ഹയർ ലെവലിലേക്ക് അങ്ങ് കയറിപ്പോകും. ക്ലിയർ അല്ലേ? ആ ഒരു പോയിന്റ്, ദ ഡിഫറൻസസ് ബിറ്റ്വീൻ should, must and have to, we will deal with in the next video. Alright, I hope you enjoyed today's video. We'll meet again with the continuation of the same idea in the next video. Till then, bye bye, good luck.